ബാലട്ടാ, അടുത്ത ഹിയറിംഗ് 15-ാം തീയതിയാണ്. മിക്കവാറും അന്നുകൊണ്ടൊരു തീരുമാനമാവും. അയ്യോ, അപ്പോ 15-ാം തീയതി വിധി പറയുമോ വക്കീലെ? ചേച്ചി, അതിപ്പോ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. 15-ാം തീയതി ഹിയറിംഗ് നടക്കും. അന്ന് തന്നെ വിധിയും അയക്കാം. അല്ലെങ്കിൽ പിന്നൊരു ഹിയറിംഗ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും വിധി പറയുക. അപ്പൊ ഇനി എത്ര നാൾ ഈ കേസിന്റെ പുറകെ ഇങ്ങനെ നടക്കണം? അമ്മേ, ഈ കോടതിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാ. ഏത് കേസായാലും പെട്ടെന്നൊന്നും വിധി പറയില്ല. ചില കേസുകളിൽ 4-5 തവണ കോടതിയിൽ കയറേണ്ടി വരും. വർഷങ്ങളായി കേസിന്റെ പിന്നാലെ നടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഇനി ഈ കേസും വിധി പറയാൻ വർഷങ്ങളായാലോ? ഗോമതി, വക്കീൽ അങ്ങനെയാണോ പറഞ്ഞത്? എന്തായാലും അടുത്ത 15-ാം തീയതി കേസ് വിളിക്കുമല്ലോ, നമുക്ക് നോക്കാന്നേ. ചേച്ചി, നിങ്ങൾ വിഷമിക്കണ്ട. അനുശ്രീയുടെ മൊഴി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഹിയറിംഗിലും മോൾ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ബോൾഡായിട്ട് പറയുക. ഒന്നും മാറ്റി പറയല്ലേ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും. ആര്യ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ആര്യ, അനു, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. ഓക്കെ. നടക്കണം, നടക്കാൻ. മോനെ, കേറ്. എന്തിനാ എന്റെ മോനെ പിടിച്ച് തള്ളുന്നേ? അവൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവനോട് കുറച്ച് മാന്യമായി പെരുമാറിക്കൂടെ? അച്യുത, അവനിപ്പോ പോലീസ് കസ്റ്റഡിയിലാ. നമ്മൾ അവരോട് കയർത്താൽ അവർ ആ ദേഷ്യം തീർക്കുന്നത് അവന്റെ മേലായിരിക്കും. അത് മറക്കണ്ട. സർ, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേ, അടുത്ത 15-ാം തീയതി എന്റെ മോൻ പുറത്തിറങ്ങിയിരിക്കണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. അടുത്ത ഹിയറിംഗില് അലോക് നിരപരാധിയാണെന്നുള്ള കാര്യം നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തും. നിങ്ങളിപ്പോ സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ശരി.